1/2 കിലോ പോത്തിൻ്റെ മാരിയലിൻ്റെ ഇറച്ചി എടുത്തിട്ടുണ്ട്. നെയ്യുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സബോള, 8-10 ചെറിയുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് ആവശ്യമായത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ആദ്യമേ തന്നെ ഇതേപോലെ കൈ കൊണ്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കണം. ഇതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ആ വെളിച്ചെണ്ണയുടെ മണം വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് തിരുമ്മി കൊടുക്കണം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോത്തിൻ്റെ വാരിയലിൻ്റെ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ധാരാളം നെയ്യ് ഉണ്ടാവും. അതും കൂടെ മിക്സ് ചെയ്ത ശേഷം അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇറച്ചി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂർക്ക, 1/2 കിലോ കൂർക്ക കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് നല്ലോണം കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ഇറച്ചിയുടെ ഒപ്പം തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. എന്നാലാണ് അതിൻ്റെ നെയ്യൊക്കെ കൂർക്കയിൽ പിടിച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ കൂർക്ക ഇട്ട ശേഷം ഹൈ ഫ്ലെയിമിൽ 2 വിസിലൊക്കെ അടിച്ചാൽ മതി. ഒറ്റ വിസിലിൽ തന്നെ വേവും. എന്നാലും ഒരു വിസിലും കൂടെ കൂർക്ക ഉടഞ്ഞു പോവില്ല. അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി ഒരു 5-10 ചെറിയുള്ളി വാട്ടി അതിലേക്ക് 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതിന് ശേഷം പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇനിയിപ്പോൾ ചാറോടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 മിനിറ്റ് നേരമൊക്കെ തിളപ്പിച്ചെടുത്താൽ മതി. വരട്ടിയിട്ടാണ് വേണ്ടതെങ്കിൽ നല്ലോണം തിളപ്പിച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. ഏറ്റവും അവസാനം 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല നാടൻ ടേസ്റ്റിലുള്ള പോത്തിറച്ചി കൂർക്ക ഇട്ട് വെച്ചത് റെഡി ആയിട്ടുണ്ടാവും.